ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് നീണ്ട നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്, ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു 2 days വർക്ക് ഉണ്ടായിരുന്നു, ബ്രൈഡൽ വർക്ക് ചെന്നൈയിൽ. അപ്പോൾ ഞാനും അപർണയും കൂടെ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപർണയുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ ചേട്ടൻ്റെ അച്ഛനാണ് ഞങ്ങളെ കൊണ്ടാക്കുന്നത്. എന്നാൽ അപർണയുടെ വീട്ടിലാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. 3 മണിക്ക് അലാറം വെച്ച് എണീറ്റ് റെഡി ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 4:30 ആയപ്പോൾ എയർപോർട്ടിലോട്ട് എത്തി. അപർണയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? പാടായിരുന്നല്ലേ? ഞാൻ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചല്ലേ? മറ്റുള്ളവരെ ചാർജർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്താ പറയാൻ വന്ന്? ഞാനാണല്ലോ നിന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോകണം. എന്നെ നന്ദി കാണിക്കുമോ നീ? ഉറപ്പായിട്ട് കാണിച്ചത്. ഉറപ്പായിട്ട് കാണിക്കണേ. ചേച്ചാ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ചെന്ന് ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നോക്കി എണീറ്റു. എണീറ്റ് പോയപ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് പോകേണ്ട സമയമായി. ഗേറ്റിലോട്ട് പോയിട്ട് നമുക്ക് ഗേറ്റ് 3 ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴേക്കും തന്നെ പോകാൻ സമയമായിട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോയി. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപർണയാണെങ്കിൽ എല്ലാ ഈ കൊച്ചു പിള്ളേർ നോക്കുമ്പോൾ, കാരണം ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഞാനും ഇതുപോലെയായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റിൽ എനിക്ക് അവളെ കണ്ടപ്പോൾ എക്സാക്ട്ലി എന്നെയാണ് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നു. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ വർക്കിന് വേണ്ടിയിട്ടാണ് ഞാനും പോയത്. ഫസ്റ്റായിട്ട് ഞാനന്ന് ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ എനിക്ക് നല്ല മറവി ഉണ്ടായിരുന്നു എങ്ങോട്ട് പോകണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആൾക്കാർ പോകുന്നതിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എൻ്റെ കരിയർ ബിൽഡായത് തന്നെ അവിടെ വെച്ചിട്ടാണ്. കാരണം ഞാൻ അവിടുത്തെ അക്കാഡമിയിലാണ് പഠിച്ചത്. ചെന്നൈയിൽ ശ്രീദേവീസ് കൗണ്ടർ എന്ന് പറഞ്ഞ അക്കാഡമിയിലാണ് പഠിച്ചത്. മേക്കപ്പിൻ്റെ ഫുൾ ക്ലാസ്സസും. അവരുടെ ലോങ് ടേം ക്ലാസ് വന്നിട്ട് 2 മാസമാണ് കേട്ടോ. അപ്പോൾ 2 മാസത്തിൻ്റെ കോഴ്സിലാണ് ഞാൻ പഠിക്കാനായിട്ട് പോയത്. ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. മേക്കപ്പിൽ മാത്രമല്ല, എൻ്റെ കരിയർ, എൻ്റെ ക്യാരക്ടർ എല്ലാം ചേഞ്ച് ആയത് അവിടെ വെച്ചിട്ടാണ്. ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ഈ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ മാറി. കാരണം നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരുപാട് നമ്മുടെ മൈൻഡിനെ തന്നെ ഒരുപാട് സ്ട്രോങ് ആക്കും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ക്യാരക്ടറിലായാലും എൻ്റെ ബിഹേവിയറിലായാലും ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 അടിപൊളി നല്ല ഫ്രണ്ട്സിനെ എനിക്ക് അവിടെ വെച്ചിട്ട് കിട്ടി. ഞങ്ങൾ 3 സെയിം ഏജ് ആയിരുന്നു. ഒരേ ഹോസ്റ്റലിലാണ്. ഇപ്പോഴും നമ്മൾ നല്ല കോണ്ടാക്റ്റിലാണ്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ ഞാനും അപർണയും പറന്ന് ചെന്നൈയിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്രൈഡ് തന്നെയാണ് റൂമും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അവരുടെ മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്നത്. മണ്ഡപത്തിലാണ് നമ്മൾ ഒരുക്കാനായിട്ട് പോവേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിൽ നിന്ന് മണ്ഡപത്തിലോട്ട്. ഞങ്ങൾക്ക് രാവിലെ 6:35 ഫ്ലൈറ്റ്. നമ്മളിവിടെ ഏകദേശം ഒരു 7:50 ആയപ്പം ചെന്നൈയിലോട്ട് റീച്ചായി. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ആദ്യത്തെ ബ്രൈഡും ചെന്നൈയിൽ നിന്നായിരുന്നു. എനിക്ക് ഈ നിമിഷം വരെ അറിഞ്ഞൂടാ അവരെന്തിനാണ് എന്നെ ബുക്ക് ചെയ്തതെന്നുള്ള കാര്യം. കാരണം എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു നല്ല പ്രൊഫൈലില്ല. എനിക്ക് ആകെ 50 ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ പഠിച്ചിറങ്ങിയ സമയമായിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു ക്ലാസ്. അപ്പോൾ സെപ്റ്റംബർ അവസാനമായപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്ന് പിറ്റേ ദിവസമാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത്. ഒക്ടോബർ 30 ഇതുപോലെ എൻ്റെ കല്യാണമാണ്, മേക്കപ്പ് ചെയ്യണം, എത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് അന്വേഷിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഫേക്ക് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം ചോദിച്ചിട്ട് അവരെനിക്ക് അഡ്വാൻസ് പേ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒറിജിനൽ ബ്രൈഡാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു എങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്ത്, എങ്ങനെയാണ് മനസ്സിലായി ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം. ഞാൻ പഠിച്ച അക്കാഡമിയിൽ എന്ന് പറഞ്ഞാൽ 1st, 2nd, 3rd റാങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ നല്ലോണം പെർഫോം ചെയ്യുന്നവർക്ക് ലാസ്റ്റ് ഡേ സർട്ടിഫിക്കേഷൻ ഡേയുടെ അന്ന് അവർ പ്രൈസ് എല്ലാം കൊടുക്കും. അപ്പോൾ അതെന്തിൻ്റെ ബേസിലാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിനാണോ ക്ലാസ്സിന് വരുന്നത്, പിന്നെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ ക്യാരക്ടർ, പങ്ക്ച്വാലിറ്റി, പിന്നെ മേക്കപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഹെയർ സ്റ്റൈലിന് നല്ലോണം ചെയ്യുന്നുണ്ടോ, എല്ലാം നോക്കിയിട്ട് എല്ലാത്തിനും മാർക്കുണ്ട്. സെപ്പറേറ്റ് മാർക്കുണ്ട്. നമുക്ക് ഡെയിലി ഹോംവർക്ക് ഉണ്ട്. ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഫുൾ എഴുതിക്കൊണ്ട് പോകണം. ഓരോ ദിവസം അവർ ഓരോ പ്രോഡക്റ്റ് വരും. അപ്പം പിറ്റേ ദിവസം അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ട് പോകണം. എഴുതിക്കൊണ്ട് ചെയ്തില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വഴക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത് കേട്ടോ. ഡെയിലി നോട്ട്സ് എഴുതണം, പിന്നെ നോട്ട് ക്ലിയർ ആയിട്ട് വെച്ചിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം, എപ്പോഴും അവർ പറയുന്ന എല്ലാം എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു ബ്ലാങ്ക് പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വഴക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പം നല്ലോണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു നോട്ട് എടുത്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് എല്ലാം ഇതിലുണ്ടാവും. സത്യം പറഞ്ഞാൽ ഫുള്ള് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. നമ്മുടെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അപ്പോൾ ഭയങ്കര പാടാണ്
പാടാണ്, പുള്ളിക്കാരിയിൽ നിന്ന് ഒരു മാർക്ക് കൂടുതൽ കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഒരുപാട് എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം, തിയറി എക്സാം, അങ്ങനെ ഒരുപാട് എക്സാംസും കാര്യങ്ങളും ഉണ്ട്. ലാസ്റ്റ് 2 ഡേ എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഒരു മോഡലിനെ വിളിച്ച് നമ്മൾ ഒരുക്കി ഇവർക്ക് കാണിച്ചു കൊടുക്കണം. അതിനും മാർക്കുണ്ട്. അപ്പോൾ അതിനും എനിക്കിവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ ഡേയുടെ അന്നാണ് ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ പ്രൈസും കൊടുക്കുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം ലൈവ് പോവും, ഇതുപോലെ കൊടുക്കുന്ന പ്രൈസ് കൊടുക്കുന്ന എല്ലാം ലൈവ് പോകും. അപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ കണ്ടിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ബ്രൈഡിൻ്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ചെന്നൈയിൽ റീച്ചായി. അവിടെ നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ ഹോട്ടലിലോട്ടാണ് വന്നത്. നമുക്ക് ബ്രൈഡ് വിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് വന്നു. ചെക്ക് ഇൻ എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഞാനൊരു മസാല ദോശയും അപർണ ഒരു പൊടി ദോശയാണ് പറഞ്ഞത്. അതിലിങ്ങനെ തേങ്ങയുടെ എന്തൊക്കെയോ പൊടികളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപർണയുടെ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിച്ചു. പിന്നെ കൂടെ തന്നെ നല്ല അടിപൊളിയായിട്ട് 2 ഫിൽറ്റർ കോഫിയും പറഞ്ഞു. അവിടെ നിന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കിനി 1 മണിക്ക് ബ്രൈഡിനെ ഒരുക്കാനായിട്ട് പോയാൽ മതി. അതിൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കടകളാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. ടി നഗർ എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിന്. ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിച്ചില്ല, ഒരു കമ്മൽ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപർണ എന്തൊക്കെയോ നുള്ളിപ്പറക്കി എടുക്കുന്നത് കണ്ട് അങ്ങനെ കുറേ നേരം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല നല്ല അഫോർഡബിളുമാണ്. ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു നല്ല കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. കുറേ നേരം അവിടെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തളർന്നു കേട്ടോ. ഏകദേശം 12 മണിയാവുകയും ചെയ്തു. 2 പേർക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നെ ടച്ചപ്പൊക്കെ ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി കഴിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് കേട്ടോ. ഇരിക്കാൻ പോലും സ്ഥലമില്ല. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പം പിന്നെ മനസ്സിലായി നടക്കൂല എന്നതുകൊണ്ട് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് നേരെ റൂമിലോട്ട് വന്നു. ഞങ്ങൾ 2 ബിരിയാണിയും ഒരു 65 വാങ്ങിച്ചു. 65 നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണി 2 എണ്ണം വേണമായിരുന്നു. 1 എണ്ണം തന്നെ ധാരാളമായിരുന്നു 2 പേർക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ ബ്രൈഡിന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഒരുക്കുന്നത് കേട്ടോ. മണ്ഡപത്തിൽ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ഒരുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് ബ്രൈഡ്. ചേച്ചിയുടെ പേര് മെഹത്ത മോനിഷ എന്നാണ്. എനിക്ക് പേര് നല്ലോണം ഇഷ്ടമായി. എക്സാക്ട്ലി പുള്ളിക്കാരി പറഞ്ഞതുപോലെയാണ് നമ്മൾ ലുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഓർണമെന്റ്സും സാരിയും ബ്ലൗസ് വർക്കും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നോട്ടെ. സീരിയസ്ലി ആ ഓവറോൾ ലുക്കിന് ആ ജ്വല്ലറിയാണ് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രൈഡിനെ റെഡിയാക്കി ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ ഗ്രൂം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത്. ഗ്രൂം മേക്കപ്പും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഗ്രൂം മേക്കപ്പും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 പേരുടെയും ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളും കുറച്ച് ഹെൽപ്പ് ചെയ്തു. സ്പ്രേ ഒക്കെ അടിക്കുന്ന ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇവിടെ ചെറുക്കൻ്റെ വീട്ടിലാണ് ഫുൾ ചെലവുകൾ നോക്കുന്നത്. റിസപ്ഷനും കല്യാണത്തിന്റെ ചെലവുകളും ഡെക്കറേഷൻ എല്ലാ ചെലവുകളും ചെറുക്കൻ്റെ അവിടെയാണ് നോക്കുന്നത്. എൻഗേജ്മെന്റ് പെണ്ണിന്റെ വീട്ടിൽ നോക്കും, കല്യാണം ചെറുക്കന്റെ വീട്ടിൽ നോക്കും കേട്ടോ. ഇവിടെ അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ കൂടുതൽ ഈ പെണ്ണിന്റെ വീട്ടിലാണ് കൂടുതൽ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചെറുക്കൻ്റെ അവിടെ വളരെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ചെറുക്കനെയും പെണ്ണിനെയും നേരത്തെ ഒരുപാട് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അച്ഛനും അമ്മയും വന്നു. ചേച്ചിയുടെ അച്ഛനായിരുന്നു ഏറ്റവും സാറ്റിസ്ഫൈഡ്. വീട്ടിലെല്ലാവർക്കും മേക്കപ്പ് ഇഷ്ടമാണ്. ഒരുപാട് കോംപ്ലിമെന്റ്സ് ഇട്ടിട്ട് റിലേറ്റീവ്സും എല്ലാവരും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് പേര് നമ്മുടെ നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടോ മേക്കപ്പ്. അങ്ങനെ മേക്കപ്പ് ഇഷ്ടപ്പെട്ട സന്തോഷത്തിൽ നമ്മൾ പെട്ടിയെല്ലാം അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കി നമ്മുടെ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നാളെ ഇവിടെ തന്നെ വരണം. അപ്പോൾ വെറുതെ പെട്ടി ചുമക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു മണ്ഡപം. ഹോള് ഫുൾ AC ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതുപോലത്തെ കുറേ സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിലിങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് താലപ്പൊലി പോലത്തെ എന്തോ സംഭവമാണ്. അപ്പോൾ അവരത് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയിരുന്നു ടോട്ടലി തന്നെ കാണാനായിട്ട്. പിന്നെ ചെണ്ടമേളം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെണ്ടമേളം, ഡ്രോണ്, പിന്നെ വേറെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ കയ്യിൽ ഒരു വിളക്ക് കൊടുത്തിരിക്കണം. അത് അണയാതെ അകത്ത് വരെ കൊണ്ട് കയറ്റണം. അപ്പോൾ ചേച്ചിയുടെ കോൺസെൻട്രേഷൻ ഫുൾ അതിലായിരുന്നു കേട്ടോ. വെളിയിൽ നല്ല അടിപൊളിയായിട്ട് ചൂടുണ്ടായിരുന്നു. അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് എന്തോ ഓവൻ്റെ അകത്തോട്ട് കയറിയത് പോലെയായിരുന്നു ഫീൽ ആയത്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ വെളിയിൽ. പിന്നെ ഞാനും ഉപനെ കുറേ നേരം വായി നോക്കിക്കൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ ആചാരങ്ങളൊക്കെ കാണാനായിട്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ കുറച്ചേരം അവിടെ കറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ ആയിട്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം ഞാനും അവനെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പകുതി എത്തിയിട്ട് അവിടെ ഓട്ടോ നിർത്തിയിട്ട് നമ്മളവിടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നു പോയപ്പോൾ ഒരുപാട് പേര് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. എല്ലാം കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോൾ നമ്മൾ റൂമിലോട്ട് വന്നു. ഒന്നും വിശക്കാത്തതുകൊണ്ട് കഴിച്ചില്ല കേട്ടോ. ഉച്ചയ്ക്ക് കഴിച്ചാൽ നല്ല ഹെവി ആയിരുന്നു. പിന്നെ നല്ല ടയർഡാണ്ട് ചത്ത് കിടന്നുറങ്ങി. രാത്രി നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. അങ്ങനെ രാവിലെ ഞാനും അപർണ ഇറങ്ങി റെഡിയായി. 4:30 നമ്മൾ റെഡിയായി കഴിഞ്ഞു. അപർണ റെഡി ആയിക്കൊണ്ടിരിക്കുന്നില്ല. ഞാൻ ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. രാത്രി നല്ല കാലുവേദന ഉണ്ടായിരുന്നു. ഇത്രയും നടന്നതുകൊണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് കാലുവേദന ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. ഇന്നലെ കിടന്നപ്പോൾ ഒരു ശബ്ദമൊക്കെ കേട്ടു നട്ടലിന്ന്. രാത്രി നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു, നല്ല കാലുവേദന ഉണ്ടായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന എടുക്കും. അപ്പോൾ എണീക്കും, വീണ്ടും ഇങ്ങനെ കാല് കുറച്ചേരം പിടിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
ഒരു 4:40 ആയപ്പോൾ നമ്മൾ ബ്രൈഡിന് അങ്ങോട്ട് റീച്ചായി. അപ്പോൾ അതേ താഴെ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ബാഗെല്ലാം അകത്ത് റൂമിൽ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞ് പോയപ്പോൾ ഡെക്കറേഷൻ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെയും കാട്ടി നല്ല ഡിഫറൻ്റ് ആയിരുന്നു ഇന്നത്തെ ഡെക്കറേഷൻ. അവർക്ക് എന്തെങ്കിലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ മഞ്ഞ തേക്കുന്നതൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞൊക്കെയാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരച്ച് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വരാം, അപ്പോഴേക്കും അവരുടെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ നേരെ ചായക്കടയിലോട്ടാണ് പോയത്. ഈ പാട്ടൊക്കെ കേട്ട കാലം മറന്നോട്ടെ, നല്ല അടിപൊളിയായിരുന്നു. രാവിലെ ചായ കുടിക്കാൻ പോയത് അപർണയ്ക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പം ഞാനൊരു ചായയും അപർണ ഒരു കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിച്ചത്. ഞാൻ അതെല്ലാം കുടിച്ചതിന് ശേഷം നേരെ ബ്രൈഡിൻ്റെ അങ്ങോട്ട് വന്നു. അങ്ങനെ ബ്രൈഡിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം രാവിലെ ഭയങ്കര തിരക്കായിട്ടാണ് പോയതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈം കിട്ടിയില്ല എടുക്കാനായിട്ട്. അങ്ങനെ ബ്രൈഡിനെ എല്ലാം റെഡിയാക്കി വിട്ടു. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും ഗ്രൂം മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ചുമ്മാ കൊടുത്തിരിക്കുന്ന സാരിയാണ് കേട്ടോ. ഇവർക്ക് വേറൊരു സാരി ഉണ്ട്, കൂരൈ സാരി എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ മെയിൻ സാരി. ഇതാണ് ആ സാരി. ഓരോ കാസ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ സാരി ഉള്ളത്. അപ്പോൾ ഈ ഒരു കാസ്റ്റിലുള്ള എല്ലാവരും ഈ ഒരു സാരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താലി കെട്ടുമ്പോൾ അവർക്ക് ഇത് ഉടുത്തിട്ട് വേണം താലി കെട്ടാനായിട്ട്. താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാരി ഉടുക്കണം. അങ്ങനെ ബാക്കി സാരികളെല്ലാം ഉടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടിയും പടുക്കൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ നിന്ന് ഓട്ടോ എല്ലാം പിടിച്ചിട്ട് നമ്മൾ നേരെ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ് പോകുന്നത്. മോനിക്ക എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് പുള്ളിക്കാരി. ചേച്ചി പാലക്കാടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഡെയിലി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. ഫുഡും നമ്മുടെ അവിടുത്തെ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുമായിരുന്നു. എപ്പോൾ ചെന്നൈയിൽ വന്നാലും ഞാൻ ചേച്ചിനെ കാണാതെ പോകാറില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും വിളിച്ച് അന്വേഷിക്കായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കല്യാണി ഓക്കെ ആണോ, നീ ഇവിടെ വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവിടെ എനിക്ക് ഭയങ്കര കാര്യമാണ് ചേച്ചീനെ. സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടാ. ഇടയ്ക്ക് എന്നെ പുറത്ത് കൊണ്ടുപോകും, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് പുറത്ത് പോകും. ചേച്ചിയുടെ വീട്ടുകാരെല്ലാം പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര പാവമാണ് കേട്ടോ. ഒന്നും ഒച്ചത്തിൽ പോലും ആരുടെ സംസാരിക്കാറില്ല, നല്ല മെച്ചോർഡും ആണ്. എനിക്ക് ഒരുപാട് അഡ്വൈസസ് ഒക്കെ തന്നിട്ടുണ്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴൊക്കെ. ഞങ്ങളൊരു 11 മണിയായപ്പോഴാണ് ചേച്ചിയുടെ വീട്ടിലെത്തിയത്. അപ്പോൾ ചേച്ചി ഒരു റൂം തന്നിട്ട് ഒരു നല്ലോണം ഉറങ്ങിക്കോ, എത്ര വേണോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം 5 മണിയായപ്പോഴാണ് എണീറ്റത്. പിന്നെയാണ് ഫുഡെല്ലാം കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് 7:45 ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു 30 മിനിറ്റ് ട്രാവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ റീച്ചായി. ഞങ്ങൾ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എടുക്കാറ്. അങ്ങനെ ഞാനും അപർണയും കൂടെ കയറി സീറ്റെല്ലാം കണ്ടുപിടിച്ച് അവിടെ കയറിയിരുന്നു. ഞങ്ങൾക്ക് വീണ്ടും നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു 9 മണിയായപ്പോൾ ഞാനും അപർണയും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് ഓൾറെഡി ബിരിയാണിയൊക്കെ കെട്ടി തന്നു. അപർണയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു, വയറ് ശരിയല്ലാണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപർണയ്ക്ക് മാത്രം ഇഡ്ഡലി വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അപർണ നേരെ മോളിൽ കയറി കിടന്നു. ഞാൻ താഴെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരുന്ന ഫുള്ള് ആ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ സ്കൂൾ പിള്ളേരായിരുന്നു കേട്ടോ. 10th കഴിഞ്ഞിട്ട് അവർ ടൂർ കൊണ്ടുവരികയാണ് ട്രിവാൻഡ്രത്തോട്ട്. അവിടെ നിന്ന് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം കാണാൻ, റോക്കറ്റ് ലോഞ്ചൊക്കെ കാണാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വരികയാണ്, ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരികയാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫോണൊന്നും അലൗഡ് അല്ല, പക്ഷെ എല്ലാവരും ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ കറക്റ്റായിട്ട് കയറുമെന്ന് പിള്ളേരുടെ എല്ലാം പിടിച്ചു വാങ്ങിച്ചു. അപ്പോൾ ഇവർ കയറിയപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ റോക്കറ്റ് ലോഞ്ചൊക്കെ കാണാൻ വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞത് അവർ ടീച്ചർ വന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരുടെ സംസാരിക്കരുത്, അവർ പലതും ചോദിക്കും പക്ഷെ ഒന്നും പറയരുതെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞു. പിന്നെ ഞാനും പറഞ്ഞ വാ തുറന്നില്ല. ഒരു 10:30 ആയപ്പോൾ ഞാനും പിന്നെ മുകളിലോട്ട് കയറി. ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പിന്നെ നല്ല പോത്ത് പോലെ കിടന്നുറങ്ങി ട്രെയിനിലും. രാവിലെ ഒരു 8:45 ഞാനും അപർണ എണീറ്റിട്ട് പിന്നെ പോയി ബാത്റൂമിൽ നിന്ന് പല്ലൊക്കെ തേച്ച് കുറച്ച് ഫ്രഷായി മുഖമൊക്കെ കഴുകി. അപർണ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പൊട്ടി കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത വിഷമത്തിലാണ് പുള്ളിക്കാരി. അങ്ങനെ ഇത് അതിസാഹസികമായി ഓടുന്ന ട്രെയിനിൽ നിന്ന് പൊട്ടിടാൻ നോക്കുകയാണ് ഐലൈനർ വെച്ചിട്ട്. പിന്നെ ഐലൈനർ എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു അപർണയെ വീട്ടിലല്ലേ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അവൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ തട്ടിയിരുന്നു, അവളെ നല്ലോണം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു. ദേഷ്യം വന്നിട്ട് എൻ്റെ കയ്യിലൊക്കെ അത് വെച്ച് വരച്ച് വന്നു. കാണ്ടാമൃഗം. പിന്നെ മാഡം ലൈറ്റെല്ലാം ഇട്ടതിന് ശേഷം ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം തെറ്റും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ എക്സ്പേർട്ടാണ്, ഓടുന്ന ട്രെയിനിൽ എഴുതിക്കൊണ്ടിരുന്നു. കറക്റ്റ് അവൾ എഴുതുന്ന സമയത്ത് ട്രെയിൻ ഇങ്ങനെ പയ്യെ സ്ലോ ആയിട്ടാണ് പോയത്.
നമ്മുടെ അടുത്തിരുന്ന പിള്ളേരെല്ലാം ടീച്ചർമാരെല്ലാവരും കൂടെ വിളിച്ച് ഒരു കമ്പാർട്ട്മെന്റിലോട്ടാക്കി. കാരണം നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങേണ്ടത്. എനിക്ക് അപർണയ്ക്ക് രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഭാഗ്യത്തിനൊരു ബിസ്ക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തിന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 2 ദിവസത്തെ വർക്ക്, ചെന്നൈയിലെ വർക്കിന് ശേഷം നമ്മൾ നേരെ ട്രിവാൻഡ്രം റീച്ചായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് പോയി. 2 ദിവസം നല്ലോണം ഞാനും അപർണ എൻജോയ് ചെയ്തു. അങ്ങനെ ഇവിടെ ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്ളോഗ്സ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം ഇനി ഇങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.